ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പ്രവാസി വ്യവസായിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി കോടികൾ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ ഒടുവിൽ അറസ്റ്റിലായ ബിലാൽ കൊച്ചിയിലെ കോളിളക്കം സൃഷ്ടിച്ച ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ മുഖ്യപ്രതി. കൊടും കുറ്റവാളി രവി പൂജാരി മൂന്നാം പ്രതി സ്ഥാനത്തുള്ള കേസിൽ ഒന്നാം പ്രതിയാണ് എറണാകുളം ആലുവ ഈസ്റ്റ് വേലുങ്കീടൻ വീട്ടിൽ ബിലാൽ എന്ന ബില്ല. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയുടെ കാർ തിരുമിറ്റക്കോട് നിന്ന് ആക്രമിച്ച ശേഷം തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്ന കേസിലാണ് ബിലാലിനെ 2 ദിവസം മുൻപ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ വി രവികുമാർ അറസ്റ്റ് ചെയ്തിരുന്നത്. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിനായിരുന്നു ബിലാലിന്റെ അറസ്റ്റ്. 2018 ഡിസംബർ 15-നായിരുന്നു കൊച്ചി പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിൽ വെടിവെപ്പ്. നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിലെ വെടിവെപ്പ് ആസൂത്രണം ചെയ്തത് രവി പൂജാരിയാണെന്നാണ് കേസ്. ബ്യൂട്ടി പാർലറിലേക്ക് വെടിയുതിർത്തവരിൽ ഒരാൾ ബിലാലാണെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ഡിസംബർ 6-ന് വണ്ടൂരിലെ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മുഖ്യപ്രതിക്ക് ബാംഗ്ലൂരിലാണ് ബിലാൽ ഒളിവിടം ഒരുക്കി നൽകിയത്. ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാൻ ഇയാളെ കോഴിക്കോട് വരെ കാറിൽ എത്തിച്ചതും ബിലാൽ തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കണ്ടെത്തൽ. ഒന്നിലധികം കൊട്ടേഷൻ സംഘങ്ങളുടെ ഏകോപനത്തോടെ നടപ്പാക്കിയ തട്ടിക്കൊണ്ടുപോകൽ കേസിലും വിദേശ ബന്ധത്തിലേക്കാണ് അന്വേഷണം നീളുന്നത്. കാറിൽ കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയാണ് മുഹമ്മദ് അലിയെ ഒരു സംഘം തോക്കു ചൂണ്ടി കസ്റ്റഡിയിലെടുത്തത്. വ്യവസായിയുടെ അടുത്ത ബന്ധു നൽകിയ കൊട്ടേഷനാണിതെന്ന് കണ്ടെത്തിയ ക്രൈംബ്രാഞ്ച് ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡിസംബർ 6-ന് രാത്രി കോതകുറിശ്ശിയിലെ വീട്ടിലെത്തിച്ച സംഘം മദ്യപിച്ച് ഉറങ്ങിയ ഘട്ടത്തിലാണ് മുഹമ്മദ് അലി ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.